അതെ, ഈദൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ ഈ ഈദിന് കളർഫുള്ളാക്കാൻ നല്ലൊരു അറബിക് പുഡിംഗ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ലിറ്റർ മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗറും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ എടുക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് തന്നെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പുഡിങ്ങിന് കുറച്ച് കൂടുതൽ തന്നെ മധുരം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഗ്യാസിൽ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതുപോലെ കൈ എടുക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ മിൽക്കിൻ്റെ മിക്സ് നല്ല തിക്കായിട്ട് വരും. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. എന്നിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം ഒരു മീഡിയം ചൂടിലായിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മാംഗോ ഉണ്ടല്ലോ, അത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ടില്ല, കുറച്ചെല്ലാം മാംഗോൻ്റെ ഇങ്ങനെ പീസായിട്ടെല്ലാം ഉണ്ട് കേട്ടോ, എന്നാലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബ്രെഡാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ബ്രെഡും കൂടെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഈ മിൽക്കിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബ്രെഡിൻ്റെ ലെയറും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഈ മിൽക്ക് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തിക്കായിട്ടുള്ള ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ മാംഗോൻ്റെ മിക്സ് നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്നാവാൻ ഫ്രീസറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ ക്രീം ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ തിന്നായിട്ടുള്ളൊരു ലെയർ മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മാംഗോൻ്റെ പൾപ്പ് ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ പുഡിങ് റെഡി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പുഡിങ്. അപ്പോൾ ഈ ഇതിനെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടോ.